പരശുരാമ മഹർഷിയിൽ നിന്നും വിദ്യകളെല്ലാം പ്രാപ്തമാക്കിയ ശേഷം സൂര്യപുത്രൻ ദുര്യോധനനോട് ചേർന്ന് മിത്രമായി കഴിയും കാലം കലിംഗ രാജധാനിയിൽ അരങ്ങേറിയ അതിഭീകരമായ യുദ്ധമാകുന്നു മഗധ രാജകുമാരനും കർണനും തമ്മിൽ അരങ്ങേറിയ കർണ ജരാസന്ധ യുദ്ധം. കലിംഗ രാജാവായ ചിത്രാംഗദൻ്റെ പ്രിയപുത്രിയാകുന്നു ചിത്രാംഗത എന്ന ഭാനുമതി. അവൾക്ക് കലിംഗ രാജാവ് സ്വയംവരം നിശ്ചയിച്ചു. ആ വിവരം അദ്ദേഹം സകല രാജ്യങ്ങളിലും വിളംബരം ചെയ്തു. സ്വയംവരമായ വിവാഹത്തിൽ പങ്കെടുക്കുവാൻ സകല രാജ്യത്തെ രാജകുമാരന്മാരെയും രാജാക്കന്മാരെയും യുവരാജാക്കന്മാരെയും ക്ഷണിച്ചു. അതുപ്രകാരം കലിംഗ ലക്ഷ്യമാക്കി ഹസ്തിനാപുരിയിൽ നിന്നും ദുര്യോധനൻ പുറപ്പെട്ടു. കൂടെ അംഗരാജാവായ കർണനും, കൂടാതെ മഗന്ധയിൽ നിന്നും ജരാസന്ധനും, ചേദിയിൽ നിന്നും ശിശുപാലനും, വിദർഭയിൽ നിന്നും രുക്മിയും എന്നുവേണ്ട വക്രൻ, കപോധരോമൻ, നീലൻ, ശൃംഗാലൻ, അശോകൻ, ശതധ്വജൻ, ഭോജരാജൻ, അങ്ങനെ അണിനിരന്ന സദസ്സിൽ കുമാരി ഭാനുമതി തോഴിയുമായി നടന്നു വരുന്നു. ഓരോ രാജാക്കന്മാരുടെ സമീപത്തെത്തുമ്പോഴേക്കും അതത് രാജാക്കന്മാരുടെ പേരും സവിശേഷതയും തോഴി ഭാനുമതിയെ ധരിപ്പിച്ചുകൊണ്ട് കടന്നു പോകുന്നു. അങ്ങനെ ദുര്യോധനന്റെ മുൻപാകെ വന്നു. തോഴി അദ്ദേഹത്തെക്കുറിച്ച് രാജകുമാരിക്ക് വിവരിച്ചു കൊടുത്തു. അതിനുശേഷം അവരിരുവരും മുൻപോട്ട് നീങ്ങി. എന്നാൽ മുൻപോട്ട് ഗമിച്ചത് ദുര്യോധനന് വളരെ അരോചകരവും അപമാനകരവും ആയി തോന്നി. അയാൾ ഭാനുമതിയെ കടന്നു പിടിച്ചു. രഥത്തിലേറി പോവാൻ തുനിഞ്ഞു. ദുര്യോധനന് പിന്തുണയായി കർണനും. ഭാനുമതിയുമായുള്ള ദുര്യോധനന്റെ രഥം കുതിച്ചു. പിന്നാലെ കർണന്റെ രഥവും അവരെ പിന്തുടർന്നു. സദസ്സിൽ അണിനിരന്ന രാജാക്കന്മാരും സൈന്യവും കലിംഗയുടെ പടയും സംഘടിതമായി ദുര്യോധനനും കർണനും നേരെ. എന്നാൽ കർണനുണ്ടോ? ഇതൊക്കെ വെറും പുഷ്പവൃഷ്ടി പോൽ മാത്രം. കർണൻ ദിവ്യാസ്ത്രങ്ങൾ ഓരോന്നായി പ്രയോഗിച്ചു. ദിവ്യാസ്ത്ര പ്രയോഗങ്ങൾ തുടങ്ങിയപ്പോൾ രാജാക്കന്മാർ പിടിച്ചു നിൽക്കാൻ കഴിയുകയില്ലെന്ന് മനസ്സിലാക്കി. അവരോരോരുത്തരായി പിന്തിരിഞ്ഞ് ഓടാൻ ആരംഭിച്ചു. എങ്കിലും പിന്തിരിഞ്ഞ് ഓടാൻ ജരാസന്ധൻ തയ്യാറായില്ല. ആവനാഴിയിലുണ്ടായിരുന്ന ഇരുവരുടെയും അസ്ത്രങ്ങൾ ശൂന്യമായി. എന്നാലും കർണനും ജരാസന്ധനും വാളുകൾ ഉപയോഗിച്ച് യുദ്ധം ചെയ്തു. പരസ്പരമുള്ള ഘോര യുദ്ധത്തിൽ വാളുകൾ പോലും നശിപ്പിക്കപ്പെട്ടു. അതിനുശേഷം ഇരുവരും മല്ലയുദ്ധം ആരംഭിച്ചു. അതിഭീകരമായ യുദ്ധത്തിൽ കർണനാൽ പരാജിതനായ ജരാസന്ധൻ പിൽക്കാലത്ത് കർണ ദുര്യോധനാദികളുടെ ഉറ്റ സുഹൃത്തായി മാറി. യുദ്ധത്തിൽ പരാജയപ്പെട്ടതിനാൽ വിജയിയായ കർണന് ജരാസന്ധൻ നൽകിയ രാജ്യമാകുന്നു മാലിനപുരിയും ചമ്പാപുരിയും.